മഴതോരും മുമ്പയുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന രാവിലെ തന്നെ നമ്മുടെ ശരണ്യേനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യ അലീന ചേച്ചിയുടെ ഫോൺ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അലീന ചോദിക്കും, മോളെ നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, എന്താ ചേച്ചി വിളിച്ചേ, ഞാൻ എവിടെയാണെന്ന് ചോദിച്ചെന്തിനാ എന്ന് ശരണ്യ ചോദിക്കും. അപ്പോൾ അലീന പറയും, എനിക്ക് അങ്ങോട്ട് വരാനാടി എന്ന് പറയും. അപ്പോൾ ശരണ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരണ്യ ഓടിപ്പോയി അമ്മേനോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അയ്യോ ആ കുഞ്ഞ് വന്നു കഴിഞ്ഞ് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഞാൻ പോയി ഉണ്ടാക്കട്ടെ ഫുഡൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലുള്ളവരും എല്ലാവരും അലീനയുടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അലീന ബാലചന്ദ്രനോട് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ബാലചന്ദ്രൻ കണക്കൂട്ടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജോലിയിലാണ്. അപ്പോൾ എന്തോ സംശയത്തിന് വേണ്ടിയിട്ട് ഗോവർദ്ധനെ വിളിച്ചിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്താണ് നമ്മുടെ അലീന ആ റൂമിലേക്ക് കയറി ചെല്ലണത്. അപ്പോൾ അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് ഇങ്ങനെ ശരണ്യയുടെ വീട്ടിൽ പോണ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്ക് തോന്നി നീ ഒന്നില്ലെങ്കിൽ എന്നെ ഉപദേശിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചായ കൊണ്ടായിരിക്കും. ഉപദേശിക്കാൻ വരുമ്പോഴാണ് നീ വെറും കൈയോടുകൂടി വരണത്, അല്ലെങ്കിൽ നീ കാര്യം സാധിക്കാൻ വരുമ്പോൾ നീ ചായയായിട്ടായിരിക്കും എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാൽ അച്ഛന് തെറ്റി, ഞാൻ ഇപ്രാവശ്യം വന്നേക്കുന്നത് കുറച്ച് ഉപദേശവും കുറച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനും മോളും നല്ല സന്തോഷത്തിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ശരണ്യേനെ കാണാൻ പോണ കാര്യം അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയും, പോയി വാ, നീ പോയിക്കോ എന്നൊക്കെ പറയും. അപ്പോൾ അലീന ഒന്ന് പതിയെ മടിച്ച് പറയും, അച്ഛാ ശരണ്യയുടെ കാര്യം നോക്കിക്കോളണേ എന്നൊക്കെ പറയുമ്പോൾ ബാലം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല നീ ഇവിടെ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അവളുടെ പേര് എൻ്റെ ലിസ്റ്റിൽ നിന്നൊക്കെ വെട്ടും, പിന്നെ അവളെ ഞാൻ മറക്കും എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, എനിക്കറിയാം അച്ഛൻ ശ്രദ്ധിച്ചോളൂ എന്ന്, അവളെ നന്നായി പഠിപ്പിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും, ശരണ്യനെ അവൾക്ക് എന്തോരം പഠിക്കണോ, അവൾക്ക് ആരാവണോ അവിടം വരെ പഠിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്യും, അതോർത്ത് നീ ഒന്നും വിഷമിക്കണ്ട എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇങ്ങനെ അത് കേട്ടിട്ട് സന്തോഷിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബാലൻ പറയും, നീ എല്ലാ ബാധ്യതകളും എന്നെ ഏൽപ്പിച്ചിട്ട് പോവാല്ലേ എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ അലീന പറയും, ഞാനൊന്ന് അങ്ങനെ പോവല്ലല്ലോ അച്ഛാ, ഞാൻ വരില്ലേ, ഞാൻ അവിടെ പോയി ഒന്ന് ഇരുത്തായതിന് ശേഷം ഞാൻ ഓടി വരില്ലേ എന്നൊക്കെ പറയും. അതിനുശേഷം ബാലൻ അനുവാദം കൊടുക്കുന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ അലീന താഴത്തേക്ക് ഇറങ്ങിപ്പോരുവാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ബബിത കോളേജിൽ പോകാനായിട്ട് ഓടി ധൃതി പിടിച്ച് വരുവാ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കൃഷ്ണമോളും വരും. അപ്പോൾ കൃഷ്ണമോൾ ബബിത ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ പറയും, ആഹാ എന്നോട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കഴിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയും, അതെങ്ങനെയാണ്, ഞാൻ പോകാൻ ഇറങ്ങിയതായി അലീന ചേച്ചി സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, എന്നാൽ ബബിത ചേച്ചി എനിക്ക് കുറച്ച് വാരി തരുമോ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ചേച്ചി അനിയത്തി പോലെ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അലീന ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കും, നമ്മുടെ രോഹി എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും, രോഹിയേട്ടൻ അലാറം ഓഫാക്കി പിന്നെയും കിടന്ന് ഉറങ്ങിയെന്നാണ് തോന്നണേ എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ പോവാറാവുമ്പോഴേക്കും നമ്മുടെ രോഹിത്ത് അവിടേക്ക് വരുവാണ്. അപ്പോൾ രോഹിത്തിനോട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബബിതയും കൃഷ്ണമോളും അങ്ങോട്ട് പോയി. അപ്പോൾ രോഹിത്തിനോട് നീ ഫ്രീ ആണോ എന്ന് അലീന ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊന്ന് ശരണ്യയുടെ വീട് വരെ പോകണമായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, അയ്യോ ചേച്ചി, എനിക്കിന്ന് കോളേജിലൊരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോകാമെന്ന് വെച്ചേ, ഉച്ചയ്ക്ക് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ നാളെ പോകാം എന്ന് പറയുമ്പോൾ അലീന പറയും, അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും പോയിക്കോളാം, എന്നാൽ നീ വരണ്ട, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ രോഹിക്ക് എന്താ പെട്ടെന്നൊരു പോക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പറയും, ഞാൻ പോവല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീനയും രോഹിയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ അലീന ശരണ്യയുടെ നാട്ടിലേക്ക് വീടിൻ്റെ അടുത്ത് ബസ്സിൽ പോയി ഇറങ്ങും. അപ്പോൾ അവിടെ നമ്മുടെ വഴിയിൽ വെച്ച് നമ്മുടെ ശരണ്യയുടെ അനിയൻ ഓമനക്കുട്ടനെ കാണും. അങ്ങനെ അവർ കുറച്ച് നേരം അങ്ങനെ സന്തോഷിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശരണ്യയ്ക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ശരണ്യയുടെ അമ്മയും ശരണ്യയും മൂത്ത സഹോദരനും എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിൽ അലീനേനെ വീട്ടിലേക്ക് കയറ്റുന്നൊക്കെ ഉണ്ട്, സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടത്തെ ആ ദേഷ്യമോ വിദ്വേഷമൊന്നും അവർക്കിപ്പോൾ ഇല്ല. അതിന് ശേഷം
കാണിക്കുന്നത്. അപ്പോൾ ഷാജിയേട്ടനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവർ അലീന ഇങ്ങോട്ട് പോരാൻ വേണ്ടി ശരണ്യയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബബിത അലീനേനെ കളിയാക്കിയ കാര്യം ആലോചിക്കുകയാണ്. അതായത് അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഓ ആ ഷാജിയേട്ടൻ എന്ന് പേര് കേട്ടാൽ മനുവേട്ടന് വിറക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത് ഓർക്കും കേട്ടോ. അങ്ങനെ ഇവർ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നല്ല കറിയൊക്കെ അമ്മ തന്നെയാണോ ഉണ്ടാക്കണേന്നൊക്കെ അലീന ഇങ്ങനെ വിശേഷം ചോദിക്കുമ്പോൾ അമ്മ പറയും, ശരണ്യ പറയും, ഞാനും സഹായിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ആ പിന്നെ മുളകിൻ്റെ ഞെട്ട് കളയും, ഉള്ളിയുടെ തൊലി കളയും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ശരണ്യനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അലീന പറയും, ശരണ്യ ഞാനിങ്ങനെ പോവാണ്, 2 ദിവസത്തിനുള്ളിൽ പോവും എന്ന് പറയുമ്പോഴത്തേക്കും ശരണ്യ വേഗം തന്നെ ഫുഡൊക്കെ അവിടെ മതിയാക്കി എഴുന്നേറ്റ് പോകും, പിണങ്ങിപ്പോവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവൾ പോണ കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ശരണ്യ റൂമിൽ പോയി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അലീന വേഗം തന്നെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് ശരണ്യനോട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയും, ചേച്ചി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ, ചേച്ചി എന്നെ ഒറ്റയ്ക്കാക്കി പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ നന്നായി പഠിക്കണം, നീ ജയിച്ചാൽ ഞാനും ജയിക്കും, നീ തോറ്റാൽ ഞാനും തോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജയിച്ച് കാണിക്കണം, പിന്നെ അധികം ദൂരമൊന്നുമില്ലല്ലോ, മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതിയോ ഞാൻ നിന്നെ കാണാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹം കൊണ്ട്. ശരണ്യ ഇങ്ങനെ പറയുന്നുണ്ട്, മാസത്തിൽ 2 തവണ വരാൻ പറ്റില്ലേ, ചേച്ചി ഇത്ര ദൂരത്തുനിന്ന് വന്നെന്ന് പറയുമ്പോൾ എനിക്ക് വിളിക്കാനും തോന്നില്ല, അങ്ങനെയൊക്കെ വിഷമമൊക്കെ പറഞ്ഞ് ശരണ്യ കരയൊക്കെ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് മുഹൂർത്തങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.